നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ലെബനന് പിന്നാലെ യമനിലെ ഹൂതികളെ ലക്ഷ്യമാക്കി ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണം. പവർ പ്ലാന്റുകൾ, യമനിലെ റാസ് ഈസ, ഹൊദൈദ തുറമുഖം എന്നിവയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉഗ്ര സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. ഡസൻ കണക്കിന് വ്യോമസേനാ വിമാനങ്ങൾ ഉപയോഗിച്ച് നടന്ന അതിശക്തമായ വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടം തന്നെ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഹൂതി വിമതരുടെ ഒളിത്താവളമാണ് ആക്രമിക്കപ്പെട്ടത്. ഇസ്രയേൽ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. 30-ലധികം പേർക്ക് പരിക്കേറ്റു. ലെബനനിലെ തങ്ങളുടെ നേതാവ് അബു അൽ-അമീൻ എന്നറിയപ്പെടുന്ന ഫത്തഹ് ഷെരീഫ് കൊല്ലപ്പെട്ടതായി തിങ്കളാഴ്ച ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1992-ൽ അൻസറുള്ള എന്ന പേരിലാണ് ഹുസൈൻ ബദ്രുദ്ദീൻ അൽ ഹൂതി സൈദിയുടെ നേതൃത്വത്തിൽ ഷിയാക്കളുടെ ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ബിലീവ് യൂത്ത് എന്ന സംഘടനയുടെ പോഷക ഘടകമായിരുന്നു അത്. മത സാംസ്കാരിക പ്രവർത്തനമാണ് ഇവർ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. എന്നാൽ പിന്നീട് പ്രസ്ഥാനത്തിനകത്ത് തീവ്രവാദ ആശയത്തിന്റെയും മിതവാദ ആശയത്തിന്റെയും കാഴ്ചപ്പാടുകൾ ഉണ്ടാകുകയായിരുന്നു. ഇതോടെ കടുത്ത തീവ്രവാദ സംഘടനയായി ഹൂതികൾ മാറി. ഹിസ്ബുള്ളയ്ക്ക് എന്ന പോലെ ഹൂതികൾക്കും സഹായം ചെയ്തു കൊടുക്കുന്നത് ഇറാൻ തന്നെയാണ്. ഒക്ടോബർ 7-ന് ഇസ്രയേലിനെതിരായ ഹമാസ് ആക്രമണത്തോടെ ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതി പോരാളികൾ പലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇസ്രയേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിക്കുന്നുണ്ട്. തങ്ങളുടെ ഏറ്റവും പുതിയ ആക്രമണത്തിൽ ടെൽ അവീവിനടുത്തുള്ള ബെൻ ഗൂറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ശനിയാഴ്ച ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേൽ തടഞ്ഞിരുന്നു. യമനിലെ വിമത സായുധ സംഘമായ ഹൂതികൾക്ക് അത്യാധുനിക P-800 ഓണിക്സ് എന്നും വിളിപ്പേരുള്ള സോവിയറ്റ് നിർമ്മിത സൂപ്പർസോണിക് മിസൈലുകൾ നൽകാൻ ഇടതല നിൽക്കുന്നത് ഇറാൻ തന്നെയാണ്. ഇതിൽ നിന്നും മറ്റൊന്നുകൂടി വ്യക്തമാണ്, ഹൂതികൾക്കൊപ്പം നിൽക്കുന്നത് റഷ്യയുമാണ്. അപ്പോൾ ഇറാനും റഷ്യയും ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി എന്ന് തന്നെ വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ. ഇസ്രയേലിലെ ടെൽ അവീവിനടുത്തുള്ള ബെൻ ഗൂറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണ ശ്രമം ഉണ്ടായതിന് പിന്നാലെ റാസിസയെയും ഹൊദൈദയെയും ലക്ഷ്യമിട്ടിന്ന് ഇസ്രയേൽ മിസൈലുകൾ ചീറിപ്പായുകയാണ്. യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഡസൻ കണക്കിന് വ്യോമസേനാ വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. യമനിലെ റാസിസ, ഹൊദൈദ പ്രദേശങ്ങളിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ സൈനിക വക്താവ് ക്യാപ്റ്റൻ ഡേവിഡ് എബ്രഹാം മുന്നോട്ട് കുതിക്കുക തന്നെയാണെന്ന് വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. UN ജനറൽ അസംബ്ലിയിൽ ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗം നടത്തി തിരിച്ചെത്തുന്നത് ലക്ഷ്യമിട്ടാണ് ഹൂതികളുടെ ആക്രമണം ഉണ്ടായത്. ഹൂതി മിസൈലിനെ ഇസ്രയേൽ തടഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. ഇസ്രയേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ ചെങ്കടലിലൂടെയുള്ള ഇസ്രയേൽ കപ്പലുകൾക്കെതിരെ ഹൂതികൾ കഴിഞ്ഞ നവംബർ മുതൽ ആക്രമണം നടത്തുന്നുണ്ട്. പലസ്തീനുള്ള ഐക്യദാർഢ്യമാണ് ഇത് എന്നാണ് ഹൂതികളുടെ വാദം. ഹമാസ് ഇസ്രയേൽ സംഘർഷം 1 വർഷമാകാൻ പോകുന്നതിനിടെയാണ് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളകൾക്കെതിരെയും ഹൂതികൾക്കെതിരെയും ആക്രമണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടതോടെ സംഘർഷം വളരെയധികം രൂക്ഷമായിട്ടുണ്ട്. ഹിസ്ബുള്ള ആസ്ഥാനത്ത് നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത്. ഹസൻ നസ്രുള്ളയെ വധിച്ചതിന് പ്രതികാരം ചെയ്യാതിരിക്കില്ല എന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഖമനേയി ഇപ്പോൾ ഒളിവിലാണ്. ഹൊദൈദ തുറമുഖത്തിന് നേരെ ജൂലൈയിലും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. അന്ന് $20 ദശലക്ഷം നഷ്ടമാണ് ഉണ്ടായത്. ഹൂതികൾ ടെൽ അവീവിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു സാധാരണക്കാരൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായിരുന്നത്. ഇതേസമയം ഞായറാഴ്ച ലെബനനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെടുകയും 350-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളി വാർത്ത പ്ലസ്.